അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അഹ്ലൻ ബിക്കും വസഹ്ലൻ മർഹബൻ ലക്കും ഇലാ ഖനാതിന. UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. യഹ്യ ഹക്കി അറബി സാഹിത്യത്തിൽ ചെറുകഥ സാഹിത്യകാരന്മാരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് യഹ്യ ഹക്കി. 1905 കൈറോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1992 കൈറോയിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അൽ ഉസ്ര തുർക്കിയ, അദ്ദേഹം ഒരു തുർക്കിഷ് ഫാമിലിയിൽപ്പെട്ടവനാണ്. വാലിദുഹു മുഹമ്മദ് മുവല്ലഫ് ബി വിസാറത്തുൽ ഔഖാഫ്, തൻ്റെ പിതാവായ മുഹമ്മദ് വിസാറത്തുൽ ഔഖാഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മിൻ റുവാദി ഫന്നിൽ ഖിസ്സ അൽ ഖസീറ ദഅമ ഹർക്കത്ത് അൽ അദബ് ബി മിസ്ർ, അറബി സാഹിത്യത്തിൽ ചെറുകഥ സാഹിത്യകാരന്മാരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഈജിപ്തിലെ സാഹിത്യ ചലനങ്ങൾക്ക് മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇൽതഹക ബി കുത്താബി അസയ്യിദ് സൈനബ് ലിൽ ഇബ്തിദായിയ, അസയ്യിദ് സൈനബ് എന്ന മദ്രസയിൽ തൻ്റെ ഇബ്തിദായിയ പഠനം നിർവഹിക്കുന്നു. അവിടെ വെച്ച് ഖുർആൻ മനഃപ്പാടമാക്കുകയും ചെയ്യുന്നു. തുടർന്ന് മദ്രസത്തു വാലിദ അബ്ബാസ് ബാഷ അൽ അവലിൽ അദ്ദേഹം പഠനം നിർവഹിക്കുന്നുണ്ട്. പിന്നീട് ജാമിഅത്തുൽ കാഹിറ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ മദ്രസത്തുൽ ഹുഖൂഖ് അസുൽത്താനിയ അൽ ഉലിയ അദ്ദേഹം പഠിക്കുന്നു. 1925 ഹസല ലൈസൻസ്, അദ്ദേഹം ബിരുദം കരസ്ഥമാക്കുന്നു. പിന്നീട് മുസാഇദുൽ വക്കീൽ, 8 മാസത്തോളം ഒരു അസിസ്റ്റൻ്റ് വക്കീലായി സേവനമനുഷ്ഠിക്കുന്നു. 1927 മുആവിനു ഇദാറത്തിൻ ബി മംഫലൂത്ത്, മംഫലൂത്തിൽ അസിസ്റ്റൻ്റ് മാനേജറായി അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഖിലാല അമലിഹി ബി വിസാറത്തുൽ ഖാരിജിയ മുദീറൻ, വിസാറത്തുൽ ഖാരിജിയയിൽ മാനേജറായി വർക്ക് ചെയ്യുന്ന സമയത്ത് തുർക്കി, റോമ, പാരീസ്, ലിബിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. തസവ്വജ നബീല, 1942 നബീലയെ വിവാഹം കഴിക്കുന്നു. നെഹ എന്ന പെൺകുട്ടിക്ക് ജന്മം നൽകുന്നു. ബഅദ വഫാത്തിഹ, നബീലയുടെ മരണത്തിന് ശേഷം ജാൻ മേരി എന്ന ഫ്രഞ്ച് യുവതിയെ 1953 അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. മുദീറൻ ആമൻ ബി വിസാറത്തി തിജാറ, വിസാറത്തു തിജാറയിൽ ജനറൽ മാനേജറായി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. മുസ്തഷാറൻ ലിദാറുൽ കുത്തുബ്, ദാറുൽ കുത്തുബിൻ്റെ മുസ്തഷാറായും വർക്ക് ചെയ്യുന്നു. റഈസു തഹരീർ ലിൽ മജല്ല, അൽ മജല്ല മാഗസിൻ്റെ റഈസു തഹരീറായും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ പരിചയപ്പെടാം. ഖിന്ദീലു ഉമ്മി ഹാഷിം, റിവായത്തുൻ അനിൽ ഹയാത്തിൽ യൗമിയ ലി അഫ്രാദിൽ മുജ്തമ, ഒരാളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നോവലാണ് ഖിന്ദീലു ഉമ്മി ഹാഷിം എന്ന ഗ്രന്ഥം. അൽ ബുസ്തജി, റിവായത്തു ഷാബിൻ മുവല്ലഫിൻ ബിനാദിരി മക്തബിൽ ബരീദ്, മക്തബുൽ ബരീദായി പോസ്റ്റുമാനായി ജോലി ചെയ്യുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് ബോസ്റ്റജി എന്നുള്ള ഗ്രന്ഥം. ജഹ്ലു അഹ്ലിൽ ഖറിയ ഉസ്യൂത്ത്, ഉസ്യൂത്ത് എന്ന ഖറിയ എന്ന ഗ്രാമത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് ഇതിലൂടെ അദ്ദേഹം വിസ്തരിക്കുന്നത്. ഉമ്മുൽ അവാജിസ്, റിവായ ഇജ്തിമാഇയ മിൻ ഹയാത്തിൽ കാത്തിബ് തുഫൂലതുഹു ഫിൽ ഖറിയ, തൻ്റെ സ്വന്തം ബാല്യകാലം ആസ്പദമാക്കി എഴുതിയ ഒരു നോവലാണ് ഉമ്മുൽ അവാജിസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. സ്വഹൻ നൗം, ഖിസ്സ ഖസീറ സിയാസിയ ഫൽസഫിയ തജ്രി ഫി റീഫ്, ഗ്രാമത്തിൽ സംഭവിക്കുന്ന ചെറുകഥകൾ ഉൾപ്പെടുത്തി രാഷ്ട്രീയപരമായ രീതിയിൽ ആവിഷ്കരിച്ച കഥകളുടെ സമാഹാരമാണ് സ്വഹൻ നൗം എന്ന ഗ്രന്ഥം. കനാസത്തു ദുക്കാൻ സീറ ദാത്തിയ, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് കനാസത്തു ദുക്കാൻ എന്ന ഗ്രന്ഥം. ആലമു തുഫൂല മിൻ ദിക്റയാത്തിൽ ഹിജാസ് ഫി ദർബിൽ ഹയാത്ത് തുടങ്ങി 3 ഘട്ടങ്ങളിലായിട്ടാണ് 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ ഗ്രന്ഥത്തെ അദ്ദേഹം വേർതിരിച്ചിട്ടുള്ളത്. ഖിസസുൻ, അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹം എഴുതിയ കഥകൾ. അദ്ദുനിയ, അബ്ദു തവാബ് അഫന്തി, സാരിഖുൽ കുഹൽ. ഖിസ്സ ഖസീറ, ചെറുകഥകൾ. ദിമാഉൻ വതീനുൻ, സഫഹാത്തുൻ മിൻ താരീഖ് മിസ്ർ, ഇംറഅത്തുൻ മിസ്കീന. മഖാല, അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ. ഫിക്റത്തുൻ ഫബ്തിസാമ, ദംഅത്തുൻ ഫബ്തിസാമ, ഉൻഷൂദത്തുൻ ലിൽ ബസാത, മിൻ ഫൈദിൽ കരീം, ഹാദ ശിഅർ, നാസുൻ ഫിൽ ളിൽ, ഹഖീബത്തുൻ ഫി യദി മുസാഫിർ, തുറാബു മേരി, ഇഷ്കുൽ കലിമ, മിൻ ബാബിൽ അഷ്ം, ഹുമൂമുൻ സഖാഫിയ, അദ്ദുആബത്തു ഫിൽ മുജ്തമഇൽ മിസ്രി, ഉത്റുക് ലക ഇഖ്തിയാർ അൽ ഉൻവാൻ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ്.